നിങ്ങൾക്കറിയാമോ? 18 വർഷമായി സ്വദേശത്തും തൻ്റെ കുടുംബക്കാരുടെ നടുവിലൊക്കെ തല താഴ്ത്തി നടന്ന ഒരു സ്ത്രീയുണ്ട്. 18 വർഷമായി തല താഴ്ത്തി അവൾ നടക്കുകയാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ജനങ്ങളെല്ലാം നോക്കിയപ്പോൾ അവൾ തല ഉയർത്തിക്കൊണ്ട് നടക്കുന്നു. അഭിമാനത്തോടെ, ഭയങ്കര ധൈര്യത്തോടെ അവൾ ദേശത്തൂടെ തല ഉയർത്തിക്കൊണ്ട് നടക്കുക. കാരണം അവൾ ഒരു മനുഷ്യനെ കണ്ടു, ഒരാളെ കണ്ടുമുട്ടി. അതേ പ്രിയരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളെയും സെക്കൻഡുകൾ കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരാളുണ്ട്. എത്ര വർഷമായി നിങ്ങൾ ചുമക്കുന്ന, എത്ര വർഷമായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ആ വേദനയും ആ പരാജയവും, എത്ര വർഷങ്ങളായി നിങ്ങളുടെ ശരീരത്തെ അലട്ടുന്ന ആ രോഗവും, എത്ര നാളുകളായി നിങ്ങളെ അലട്ടുന്ന വെല്ലുവിളികളും, ഇതിനെയൊക്കെ സെക്കൻഡ് കൊണ്ട് പരിഹരിച്ച് നിങ്ങളെ തല ഉയർത്താൻ, നിങ്ങളെ ദേശത്ത് അഭിമാനത്തോടെ നടത്താൻ, അഭിമാനത്തോടെ നിർത്താൻ കഴിവുള്ള ഒരുവനുണ്ട്, ഒരാളുണ്ട്. മറ്റാരുമല്ല, നസ്രേത്തുകാരനായ യേശു. യേശു ക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിന് പൂർണ്ണമായി രൂപാന്തരം വരുത്തുവാൻ കഴിയും. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച ഈ സ്ത്രീയെ നമ്മൾ കാണുന്നത്. 18 വർഷം മുമ്പ് ഒരു രോഗാത്മാവ് അവളെ ബാധിച്ചിട്ട് അവളുടെ നടു കുനിഞ്ഞ് അവൾ കൂനിയായി മാറി. എന്താ കാരണമെന്നറിയാതെ അവൾ പല നാളുകൾ അവൾ വലിയ ഭാരത്തോടെ അലഞ്ഞു. എന്നാൽ അവൾ ഒരിക്കൽ യേശുവിനെ കണ്ടുമുട്ടി. യേശുവിൻ്റെ അരികിലോട്ട് ചെന്നു. ഈ കൂനിയായ സ്ത്രീയെ യേശു കണ്ടപ്പോൾ അവളുടെ മേൽ കൈവച്ച് ആ രോഗബന്ധനം അഴിഞ്ഞു. അതേ പ്രിയരെ, യേശുവിനെ കണ്ടെത്താൻ കഴിഞ്ഞാൽ, യേശുവിൻ്റെ അരികിലോട്ട് വരാൻ കഴിഞ്ഞാൽ, നിങ്ങൾ എത്ര വലിയ ഭാരപ്രദ വിഷയമാണേലും, എത്ര വർഷങ്ങളായി നിങ്ങളെ അലട്ടുന്ന പ്രതിസന്ധിയാണെങ്കിലും, എത്ര വലിയ തോൽവിയാണെങ്കിലും, എത്ര വലിയ പരാജയമാണെങ്കിലും, അതിൻ്റെ നടുവിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ കഴിയുന്ന ഒരുവനുണ്ട്, നസ്രത്തുകാരനായ യേശു. ആ കർത്താവിൻ്റെ അരികിലേക്ക് വരാൻ സർവശക്തനായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ഈ യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.